ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24-ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 8008000120. ജഡ്ജസ്, ഇനി നമ്മളൊരു ലിറ്റിൽ ഏഞ്ചൽ പെർഫോമൻസ് ആണ് കാണാൻ പോകുന്നത്. പക്ഷേ ഇനി വരാൻ പോകുന്ന ലിറ്റിൽ ഏഞ്ചലിന് ഒരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെ നമുക്ക് കണ്ട ഇയാളെ മനസ്സിലാവത്തേ ഇല്ല. ഇതാരായിരിക്കും എന്ന് നമ്മൾ അത് കഴിഞ്ഞ എപ്പിസോഡിന്റെ ഇതാരായിരിക്കും എന്ന് വിചാരിക്കുന്ന ഒരാളാ വരാൻ പോകുന്നത്. ഒരു തെമ്മാടിയാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും വരട്ടെ, നമുക്ക് പേര് പറഞ്ഞ് വിളിക്കണ്ട. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം നമ്മുടെ ലിറ്റിൽ ഏഞ്ചൽ. ഞാൻ പറഞ്ഞില്ലല്ലോ, കവലച്ചട്ടമ്പയാണ്. മസിലൊക്കെ ഉണ്ട്. ചെക്കൻ, കുഞ്ഞു ചെക്കൻ, എനിക്കറിയത്തില്ല ഇതാരാന്ന്. ചെറുക്കന്റെ പേരെന്തുവാ? എന്റെ പേര് തെമ്മാടി വേലപ്പൻ. തെമ്മാടി വേലപ്പനാ? ഹായ് MG സാർ. ഹായ് മധു അങ്കിൾ. ഹായ് വിന്യാൻഡി. ഹായ് തെമ്മാടി വേലപ്പൻ. വേലപ്പണ്ണന് ഇങ്ങനായോ ഇപ്പം? പണ്ട് ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു. മീനുട്ടിക്ക് വേണ്ടി ആലോചിച്ചാ ഞാൻ. നീളമൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടാ എന്തൊരു ചേർച്ചല വന്നിരിക്കണേ. ചേട്ടൻ എന്നെ കല്യാണം കഴിക്കാമോ പ്ലീസ്? പറ്റില്ല. അതെന്താ? അങ്ങനെ തന്നെ വേണം. അങ്ങനെ നിനക്ക് അത് തന്നെ വേണം. പണ്ട് ഒരുപാട് 4 വർഷം നിനക്ക് ആലോചിച്ചാ വേലപ്പണ്ണൻ. വേലപ്പണ്ണൻ എനിക്ക് ഇങ്ങനെയുള്ള ഒരു ചേട്ടൻ. വേലപ്പണ്ണൻ ചെറുതായി പോയി, ഞാൻ ചുരുങ്ങിപ്പോയി. എനിക്കതൊരു വിഷയമാണ്. ഇളയ ഒറിജിനൽ ഉണ്ട്. ആണോ? അതാരാ? അത് വേറെ വേലപ്പൻ. വേറെ വേലപ്പനോ? വേലപ്പണ്ണാ, എന്താണ് പരിപാടി? പരിപാടി ഈ ഭാഗത്തേക്ക് വരാൻ കാരണം കൊട്ടേഷൻ വല്ലതും ഉണ്ടോ? അത് ഒരു പാട്ടുകാരൻ. പാട്ടുപാടാൻ വന്നാണോ വേലപ്പൻ? ആഗ്രഹം. ഞങ്ങള് വിചാരിച്ച റൗഡിയാണെന്ന്. ഈ തെമ്മാടികള് പാട്ടും പാടുമല്ലേ? പാട്ടൊന്നും അല്ല, ഇവിടെ പാടിക്കാൻ സമ്മതിക്കത്തില്ല. പറ്റത്തില്ലല്ലേ? ശരിക്കുള്ള നല്ല കുട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടിക്കും. ഈ തെമ്മാടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കത്തില്ല. നമ്മുടെ പണ്ടത്തെ ആ വൈദേഹി കുട്ടിയൊക്കെ നന്നായിട്ട് പാടുമായിരുന്നു. കാണാനില്ലല്ലോ ഇപ്പൊ. ഈ എപ്പിസോഡിൽ അത് വന്നിട്ടുണ്ട്. വൈദേഹി കുട്ടിക്ക് ഭയങ്കര ദേഷ്യമാണെന്നാണ് പിള്ളേരൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ചേട്ടാ ഇപ്പൊ ഇങ്ങോട്ട് വരാത്തത്. അതുകൊണ്ടായിരിക്കും. മാത്രമല്ല ഈ വൈദേഹി കുട്ടി എല്ലാരും പിച്ചു വന്നു. അയ്യോ, ദേഷ്യം വന്നാലോ? ദേഷ്യം വന്നാല് അയ്യോ. മാത്രല്ല അടിക്കും, ഉപദ്രവം, കല്ലെടുത്തെറിയും. വേലപ്പൻ അറിയാമോ? വിഷമം. ഞാൻ വൈദേഹി കുട്ടിയെ കുറിച്ചല്ലേ പറയുന്നത്. വൈദേഹി അറിയോ? അടിക്കും. പിന്നെ ഈ എന്തോ സൂചിയില്ലേ, അതെടുത്ത് കുത്തും പുറത്ത്. അടിക്കും ഉടിക്കും തൊഴിക്കും മാന്തം തിന്നും ചവിട്ടും. പിള്ളേര് പറഞ്ഞോ? കുറച്ച് കംപ്ലൈന്റ്സ് കിട്ടി. പിള്ളേര് പറഞ്ഞു വൈദേഹി ഇങ്ങനൊരു വൈദേഹി ഒരു ചീത്ത കുട്ടിയാണെന്ന് പറഞ്ഞു. പോട്ടെ, ആ കുട്ടി പോട്ടെ, സാരമില്ല. വേലപ്പൻ വന്നല്ലോ, നമുക്ക് തെമ്മാടി വേലപ്പൻ മതി. അത് ശരിയാണ് മോളെ. പക്ഷെ ഈ സൈസ് ഒക്കെ ആയിരുന്നല്ലേ ഇതുപോലെ? കറക്റ്റ് ആയിരുന്നു. എല്ലാരും വൈദേഹി ഭയങ്കര സുന്ദരി കുഞ്ഞാ, ഭയങ്കര ക്യൂട്ടാ വൈദേഹി. വൈദേഹിയായിട്ട് നല്ല മാച്ചിങ് ആണല്ലേ ഈ തെമ്മാടി? അല്ല, വൈദേഹിക്ക് ഭയങ്കര പ്രശ്നമാണല്ലേ. വേലപ്പണ്ണന് പറ്റില്ല. ഇദ്ദേഹം ഒരു നല്ല മനുഷ്യൻ. കറക്റ്റാ. പക്ഷെ ഇദ്ദേഹം ഒരു നല്ല മനുഷ്യനാണല്ലോ. വൈദേഹി ഒരു ദിവസം മുതുകത്ത് ഇടിച്ചില്ലേ മീനുട്ടിയുടെ? അതെ അതെ, ഒറ്റ വൈദേഹി വരട്ടെ. എന്താ മിണ്ടാ നിൽക്കുന്ന വേലപ്പണ്ണ? അല്ല, ഈ വൈദേഹി ഞാൻ പറഞ്ഞവരൊക്കെ ആണോ? ആണെന്ന് തോന്നുന്നു. അത് ശരി. ഓ, ക്യാരക്ടർ വിടുന്നില്ല.